പള്ളിയിലെ ആ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അന്നേരം അവിടെ വെച്ച് ബാച്ച്മേറ്റ്സ് എന്ന സിനിമയുടെ കാസ്റ്റിംഗ് ഓഡിഷൻ നടക്കുന്ന സമയമായിരുന്നു. അപ്പോ ഓഡീഷനിൽ പങ്കെടുക്കാനല്ലേ ദേവിക അവിടെ എത്തിയത്? അല്ല, ആ ഓഡിഷനിൽ ദേവിക പങ്കെടുക്കാൻ ദേവികയ്ക്ക് പറ്റിയ റോളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെങ്ങനെയാ ദേവിക? ഓ, ഇതൊക്കെ അവള് പറഞ്ഞ കഥയാണല്ലേ. അവളത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ക്യാരക്ടർ ഒന്നും അല്ല. ഈ ദേവിക എന്നെ എന്തിനാന്ന് കാണണമെന്ന് പറഞ്ഞത് എന്നറിയോ? LSD സ്റ്റാമ്പ് എന്നൊക്കെ പറയും. അവളുടെ കൈവശം അന്ന് അതുണ്ടായിരുന്നു. അത് യൂസ് ചെയ്ത് അതിന്റെ ലഹരിയിൽ സെക്സ് ചെയ്യാൻ ആ വീട്ടിൽ വന്നിട്ട് എന്നോട് സെക്സ് ചെയ്യാൻ നിർബന്ധിക്കുമായിരുന്നു. പക്ഷേ അവിടെ വെച്ച് എനിക്കതിന് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അവളോട് കുറച്ചേരം ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ ദേവിക എന്നോടുള്ള ചെറിയ ദേഷ്യത്തിൽ ആ സ്റ്റാമ്പ് എടുത്ത് യൂസ് ചെയ്തു. പെട്ടെന്ന് തന്നെ ദേവിക നിലത്തേക്ക് വന്ന് വീണു. അതും ഞാൻ അറിഞ്ഞു. ഞാൻ കൂടുതൽ ചിന്തിക്കാതെ ഞാൻ അവളെ എടുത്ത് എന്റെ കാറിൽ എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് ദേവിക എന്നെ നിർബന്ധിപ്പിച്ച് ഈ സ്റ്റാമ്പ് എടുത്ത് യൂസ് ചെയ്യിപ്പിച്ചു. സ്റ്റാമ്പ് യൂസ് ചെയ്തതിന്റെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. ദേവിക കുറച്ചുകൂടെ വൈൽഡ് ആയിട്ടാണ് എന്നോട് പെരുമാറിയത്. ഡ്രഗ്സിന്റെ തീവ്രതയിലാണെന്ന് തോന്നുന്നു. വി ഹാഡ് സെക്സ് ലൈക്ക് വൈൽഡ് സെക്സ്. ഐ റിയലി ഡോണ്ട് നോ വാട്ട് വാസ് മൈ മിസ്റ്റേക്ക്. I was high. No, we both were high. ലഹരി വിളിച്ചതുകൊണ്ടാകാം. ഹാങ് ഓവർ മാറിയപ്പോ we both came to know that we had wounds on our body. അതുകൊണ്ടാണ് ഞാൻ അവളെ ആ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയത്. കേൾക്കുന്നവർക്ക് ഇത് ഡ്രാമയായിട്ടേ തോന്നും. ബട്ട് ഷീ ഈസ് ലൈക്ക് ദാറ്റ്. നരേഷ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പോയ ക്ലിനിക്ക് നരേഷിന്റെ വീട്ടിൽ നിന്നും 13 കിലോമീറ്റർ അപ്പുറത്താണ്. എന്നാൽ പനമ്പള്ളിയിലെ ഓഡീഷൻ നടന്ന വീട്ടിൽ നിന്നും ക്ലിനിക്കിലേക്കുള്ള ദൂരം വെറും 3 കിലോമീറ്റർ മാത്രമാണ്. വേറെ ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും ഈ ക്ലിനിക്കിൽ തന്നെ പോകാനുള്ള കാരണം എന്താണ്? വേറെയും ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു. ബട്ട് ദേവിക ഒരു മോഡലല്ലേ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വി വെയർ ഇൻ എ സീരിയസ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് പരിചയമില്ലാത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ പോയാൽ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാണക്കേട് ഉണ്ടാക്കുന്ന കരുതിയിട്ടാണ് എനിക്ക് പരിചയമുള്ള ആ ക്ലിനിക്കിലേക്ക് പോയത്. അങ്ങോട്ട് പോകുമ്പോഴും ദേവിക അൺകോൺഷ്യസ് ആയിരുന്നു. പിന്നെ എനിക്ക് ചില ഫോൺ കോൾസ്, വർക്കുള്ളത് കൊണ്ട് എനിക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. പിന്നീട് തിരിച്ച് ക്ലിനിക്കിൽ വന്നപ്പോൾ ദേവിക അവിടെ നിന്ന് പോയിരുന്നു. നിങ്ങൾ പിന്നീട് അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ലേ? ഞങ്ങൾ തമ്മിൽ സീരിയസ് റിലേഷൻഷിപ്പ് ആയിട്ട് 1-2 മാസമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് we used to have sex, friends with benefits, no strings attached. It's quite common. We have no problems with that. ദേവിക്ക് ഇതുപോലെ ഒരുപാട് റിലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥിരമായി ഫോണിലൂടെ സംസാരവും ഇല്ല, ഭയങ്കര പ്രണയവും അല്ല. She always walks into my office. We had nothing to hide. അതുകൊണ്ടാ we decided to get married. മാരേജ് ഒക്കെ ഇത്ര സില്ലിയാണോ നിങ്ങൾക്ക്? പിന്നെന്താണ് സംഭവിച്ചത്?